സക്കറിയ സാറേ, കോടതിക്കും പോലീസിനും മുന്നിലാണ് ഈ സ്റ്റേജ് പണിതിരിക്കുന്നത്. അല്പം മുമ്പ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് CPM പാളയം ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ നാടകം ആരംഭിച്ചിട്ടുണ്ടാവും, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. ഇന്ന് തിരുവനന്തപുരത്തെ ജനങ്ങളെ പെരുവഴിയിലാക്കിയിരിക്കുകയാണ്. പോലീസിൽ നിന്ന് അനുമതി വാങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് നമ്മുടെ ശംഖുമുഖം അസിസ്റ്റൻറ്റ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത് മൈക്ക് പെർമിഷൻ വാങ്ങിയിട്ടില്ല, അതുപോലെ ഈ സ്റ്റേജ് നിർമ്മാണത്തിനുള്ള പെർമിഷനും വാങ്ങിയിട്ടില്ല. പക്ഷേ വഞ്ചിയൂർ പോലീസ്, ആ പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ഈ കലാപരിപാടികളൊക്കെ അരങ്ങേറിയത്. വഞ്ചിയൂർ പോലീസ് ആണ് ആ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. നിയമവിരുദ്ധ പ്രവർത്തിക്ക് പോലീസ് തന്നെ കൂട്ടുനിൽക്കുന്ന മനോഹരമായ കാഴ്ചയ്ക്കാണ് ഇന്ന് തിരുവനന്തപുരം നഗരം സാക്ഷ്യം വഹിച്ചത്. പ്രതികരിക്കാൻ പോലും ആളുകൾക്ക് പേടിയാണ്. ആ പാവപ്പെട്ട ഓട്ടോ ഡ്രൈവർമാരും അതുപോലെ ഒരു സ്കൂട്ടർ യാത്രക്കാരും മാത്രമേ ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിച്ചുള്ളൂ. ഇതാണ് അവസ്ഥ. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 19(1)(d) പറയുന്നുണ്ട്, ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. സിറ്റിസൺസ് ഹാവ് ദ ലിബർട്ടി to move within the country, reside in any part of India and settle in any place of their choice. ഇത്രയും മഹത്തരമായിട്ട് ഇന്ത്യൻ ഭരണഘടന പറയുമ്പോൾ ഈ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, ഈ റോഡിൽ കൂടി ആൾക്കാർ പോകുന്നത് തടയാൻ ആർക്കിവിടെ അവകാശമുണ്ട്, അധികാരമുണ്ട്? അടുത്തത് അനിൽ കെ നരേന്ദ്രൻ സാറും PG അജിത് കുമാർ സാറിന്റെയും കൂടെ ഒരു സുവമോട്ടോ പെറ്റീഷൻ ഉണ്ടായിരുന്നു 2022. അതിനകത്ത് പറയുന്നുണ്ട്, no political party, organization or trader can be permitted to encroach upon the footpath or right of way of public roads. അപ്പൊ ഇത് കോടതിയുടെ വിധിക്ക് എഗൻസ്റ്റ് ആണ്. In connection with any protest, demonstration or trade by erecting any temporary structures on the right of way on the pedestrian facilities or by stocking articles or articles for trade forcing pedestrians, including those with disabilities and reduced mobility, to walk in unsafe circumstances. ഇത് വെച്ചേക്കുന്നത് ഭരണഘടനയ്ക്ക് എതിരാണ്. കാര്യം ജനങ്ങൾക്കുള്ള ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഇത് കട്ടേൽ ചെയ്യുക. അതുപോലെ തന്നെ BR കപൂർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിനകത്ത് സുപ്രീം കോടതി അതിനകത്ത് വ്യക്തമായി 27ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് സുപ്രീം ലെക്സ്, ദ പാരമൗണ്ട് ലോ ഓഫ് ദ ലാൻഡ്, and there is no department or branch of government above or beyond it. ഭരണഘടന ജനങ്ങൾക്ക് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും ഇത് ചെയ്യാനുള്ള അധികാരമില്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറയുന്നുണ്ട്, കേരളത്തിലെ റോഡുകൾ ന്യൂയോർക്ക് റോഡ് പോലെ ആയെന്ന്. അപ്പൊ ന്യൂയോർക്കിലെ റോഡുകൾ പോലെ നമ്മുടെ കേരള റോഡായെങ്കിൽ ന്യൂയോർക്കിൽ ഇതുപോലെ റോഡിൽ കെട്ടുമെന്ന് അടുത്ത പ്രാവശ്യം അദ്ദേഹം ന്യൂയോർക്കിലോ US ചികിത്സയ്ക്കൊക്കെ പോകുമ്പം അദ്ദേഹം ഒന്ന് കണ്ണു തുറന്ന് നോക്കണം. ഇതൊക്കെ നിയമവിരുദ്ധമല്ലേ? പൗരന്റെ അവകാശം ചെയ്യണമല്ലോ, അത് പ്രൊട്ടക്ട് ചെയ്യണ്ടേ? ഇവിടെ ചെടിച്ചട്ടി ഹെൽമെറ്റും കൊണ്ട് അന്നൊരു നവ കേരള യാത്രയ്ക്ക് പ്രതിഷേധിച്ചവരെ ചട്ടി കൊണ്ട് അടിച്ചേച്ച് പറഞ്ഞ് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ഹൈക്കോടതിയും പറഞ്ഞ് കരിങ്കൊടി കാണിക്കുന്നത് പ്രതിഷേധമായി കാണണമെന്ന്, സഹിഷ്ണുത പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സഹിഷ്ണുതയില്ല, അസഹിഷ്ണുത പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് ഇതെല്ലാം അവർക്ക് തോന്നുന്ന രീതി, ഇന്ത്യ ഇവർക്ക് പാർട്ടിക്കാർക്ക് കുത്തെഴുതി കൊടുത്തു എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. ഇവരങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇവർക്ക് ഭരണഘടനാ മൂല്യങ്ങളെ, ഇപ്പൊ ഈയിടയ്ക്ക് തന്നെ നമ്മൾ ഭരണഘടനയുടെ 75ാം വാർഷികങ്ങളൊക്കെ ആഘോഷിച്ചതല്ലേ. നമ്മൾ ഈ മൂല്യങ്ങളെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ അത് പ്രാക്ടീസ് ചെയ്യണം. വി ഷുഡ് ഓൾവേസ് പ്രാക്ടീസ് വാട്ട് വി പ്രീച്ച്. നമ്മൾ പറയുന്നത് പ്രവർത്തിക്കണം. പിന്നെ എന്താണ് യഥാ നേതാ തഥാ അണി, അണികളിങ്ങനൊക്കെ കാണിക്കും നേതാക്കൾ ഇങ്ങനെ ആകുമ്പോൾ. അപ്പൊ ഇവർക്കൊന്നും ഭരണഘടനാ മൂല്യങ്ങളില്ല. സത്യം പറഞ്ഞല്ലേ, ഇവര് ഭരണഘടനയുടെ ഫസ്റ്റ് പേജ് പോലെ ലാസ്റ്റ് പേജ് പോലെ വായിച്ചിട്ടുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം സജി ചെറിയാന്റെ കേസ് പ്രത്യേകിച്ച് വായിക്കേണ്ട കാര്യമില്ലല്ലോ സർ. അല്ലല്ല മന്ത്രി പോലും പറഞ്ഞിരിക്കല്ലേ ഇതൊക്കെ കുന്തവും കൊടച്ചക്രാണെന്ന്. പിന്നെ എന്തിനാ? അല്ല അതിനപ്പുറമാണ്. കാര്യം ഈ കേസ് ഹൈക്കോടതി വന്നപ്പോഴേ അവിടെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഈ കേസിന് വേണ്ടി വാദിച്ചപ്പം പറഞ്ഞു, നമ്മുടെ മന്ത്രിമാർക്കൊന്നും വിദ്യാഭ്യാസ നിബന്ധനയൊന്നും പറഞ്ഞിട്ടില്ല.
അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പതുക്കെ ഇദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു, നമ്മുടെ മന്ത്രിമാർക്ക് വലിയ വിവരമൊന്നുമില്ല, അവരിങ്ങനെയൊക്കെ പറയുന്നു, അതൊന്നുമല്ല പോകണ്ടേ. അപ്പം ബെച്ചു കുര്യൻ സാറ് ചോദിച്ചു, നമ്മുടെ മന്ത്രിമാർക്കൊക്കെ വിദ്യാഭ്യാസം വേണ്ടേന്ന്. കാര്യം 100% സാക്ഷരതയുള്ള ഒരു സംസ്ഥാനത്ത് ഇവർക്ക് ഈ പറയുന്ന ഭരണഘടനാ മൂല്യങ്ങളും ബാക്കിയുള്ള അവകാശങ്ങളെ സംരക്ഷിക്കാനും ഒന്നും ഇവർക്കില്ലെങ്കിൽ വിദ്യാഭ്യാസം വേണമെന്നില്ല, വിവേകം, വകതിരിവ്. നേരത്തെ യുവരാജ് പറഞ്ഞല്ലോ, കുറച്ചെങ്കിലും അല്പമെങ്കിലും വകതിരിവ് ഉണ്ടായാൽ പോരെ. അല്ല, അത് ശ്രീ അനിൽ നമ്പ്യാർ നമ്മൾ കാണുന്നതാണ്. പക്ഷെ ഹൈക്കോടതി പറഞ്ഞ അങ്ങനല്ല, മന്ത്രിമാർക്ക് വിദ്യാഭ്യാസം വേണമെന്നാ പറഞ്ഞേ. കാര്യം ദേ ഷുഡ് ബി ഏബിൾ ടു റീഡ് ഓൾ ദീസ് തിങ്സ്. ഇംഗ്ലീഷിൽ എഴുതി വെച്ച ഇത് മനസ്സിലാക്കിയിട്ട് ഈ രാജ്യത്ത് ഈ ഭരണഘടന വെച്ചാണ് നമ്മുടെ രാജ്യം ഭരിക്കപ്പെടേണ്ടത്. അപ്പൊ ഇവരിത് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങളോടുള്ള പുച്ഛമാണ്. കാര്യം ഞങ്ങൾ എന്തെങ്കിലും ഇഷ്ടമുള്ള ചെയ്യും, നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ ജീവിച്ചാൽ മതി. അപ്പൊ ഈ അവസ്ഥ നമ്മുടെ പല സംസ്ഥാനങ്ങളിലും ഭരണകക്ഷികൾ കാണിക്കുന്നുണ്ട്. അത് ഇവരെല്ലാം കാണിക്കുന്ന ഇത് ധാർഷ്ട്യതയാണ്. ഇവർക്ക് ബ്രദർഹുഡ് ഇല്ല. നമ്മുടെ ഭരണഘടനയെ പറയുന്നുണ്ടല്ലോ ബ്രദർഹുഡ്, സഹോദര്യം വേണം, മറ്റുള്ളവരെ നമ്മൾ ബഹുമാനിക്കണം. പരസ്പര ബഹുമാനമാണ് ജനാധിപത്യത്തിന്റെ ആണിക്കല്ല്. ഇത് കണ്ടാൽ ഇത് ഓട്ടോക്രസി ആണെന്ന് നമ്മൾ സംശയിച്ചു പോകും. കാര്യം ഓട്ടോക്രാറ്റിക് റൂൾ ഓഫ് ലോയിലാണ് ഞാൻ പറയുന്നത്, ഐ ആം ദ കിങ്, വാട്ട് എവർ കംസ് ഔട്ട് ഓഫ് മൈ ലിപ്പ് ഈസ് ദ റൂൾ ഓഫ് ദ ലാൻഡ് എന്ന് പറയുമ്പോൾ അതായിട്ട് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ഭരണഘടനയെ ബഹുമാനിക്കുന്നവരെ മറ്റുള്ളവരോടുള്ള സ്നേഹവും കരുതലും വേണം. പാർട്ടിക്ക് എത്രയോ സ്ഥലങ്ങൾ എടുക്കാമല്ലോ, അത് നടക്കട്ടെ, ജനാധിപത്യത്തിന്റെ ഭാഗമല്ലേ. പാർട്ടി സമ്മേളനങ്ങളും കാര്യങ്ങളും എല്ലാം നടന്ന് അവര് ഗവൺമെന്റിന്റെ ആശയങ്ങളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യട്ടെ, അതിനൊന്നും തെറ്റൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ ഭരണഘടനാ തത്വങ്ങളെ ഈ BR കപൂറിൽ പറഞ്ഞ പോലുള്ള ഇത് പാരമൗണ്ട് ലോ ആണ്. അതിനെ പുച്ഛിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാല് ഇത് വളരെ കഷ്ടമാണ്. കാര്യം ഇത് കണ്ട് വളരുന്ന ജനം എന്തോ വിചാരിക്കും, കുട്ടികള്, വരും തലമുറ ഇവരെ പോലൊക്കെ ഇങ്ങനൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കും. ഇവരെല്ലാം ഇങ്ങനെ കാണിച്ചു പോകുമ്പം നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയാണ് പിന്നെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്, മുമ്പോട്ട് പോകാത്തത്. അപ്പൊ സ്വാതന്ത്ര്യ സേനാനികളുടെ ജീവത്യാഗമൊക്കെ വേസ്റ്റഡ് ആയിട്ട് പോവുകയാണ്. ഇത് മാറിയേ പറ്റുള്ളൂ.